കൊലുസ് ടീച്ചറും കാണണം. അതിനു വേണ്ടി തന്നെയാ ഇത് ഒട്ടിച്ചത്. അടി ചക്കി, അങ്ങനെ പറ. അങ്ങനെ വേണം മണിക്കുട്ടി, അങ്ങനെ വേണം. ഈ ചക്കിക്ക് ഒരു ധൈര്യമില്ല. കുട്ടികളായി കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? ടീച്ചർ കയ്യിന്ന് നല്ല അടി കിട്ടുമ്പോഴും ഇതെന്നെ പറയണം താക്കുടുവാവ. നിങ്ങൾക്ക് അടി കിട്ടാതെ ഞങ്ങൾ നോക്കിക്കോളാം, പോരെ? അതെ അതെ, നിങ്ങൾ ഞങ്ങളെ ചതിക്കാതിരുന്നാൽ മതി. ഇപ്പൊ സമാധാനായോ? ഓടി നോക്കാന്ന് പറഞ്ഞില്ലേ ഒരു രണ്ടാളും? നോക്കിട്ട് എന്താ കാര്യം? കിട്ടുമ്പോ അവർക്കും കൂടെ ഒന്നിച്ചല്ലേ കിട്ടാ. ഓളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓള് ഭയങ്കര പേടിത്തൊണ്ടിയാണെന്ന്. അതിനൊക്കെ ഈ തക്കടുവാവനെ കണ്ട് പഠിച്ച്. ഇനി എവിടെ ഒട്ടിക്കണ്ടേ? ഞാൻ റെഡി. ഞാനില്ലട്ടോ, ഞാനിവിടെ ഇരിക്കാം. എന്നാ നീ ഇവിടെ തന്നെ ഇരുന്നാ. അപ്പൊ നീ തന്നെ ഇവിടെ ഒട്ടിച്ചാല് എല്ലാവർക്കും നല്ല ഉറപ്പാവും. അയ്യോ, ഞാനിവിടെ ഇരിക്കൂല. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നാലേ വലിഞ്ഞങ്ങോട്ട് മുന്നിൽ നടന്ന കൊച്ചേ. എടി പെണ്ണേ, പേടിക്കുന്നവർക്ക് എപ്പോ നോക്കിയാലും പേടിക്കാനേ സമയം കാണുള്ളൂ. അതെ അതെ, അതിനു വേണ്ടി നീ ഞങ്ങളെ നോക്ക്. ഞങ്ങൾക്ക് എന്തൊരു ധൈര്യവാ. എന്ത് വന്നാലും ഞങ്ങൾ അത് നേരിടും. എനിക്ക് നിങ്ങളുടെ അത്ര ധൈര്യമൊന്നുമില്ല. എന്നാലേ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണ്ട. നീ മാറിപ്പോയിക്കോ. അതാ നല്ലതെന്ന് തോന്നണത്. ഒരു സമാധാനമില്ല. എന്താ, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നീ മാറിപ്പോയാ നീ കുടുങ്ങും മോളെ. ഞാൻ മാറിപ്പോയാ നിങ്ങൾ എന്നെ എന്താ ചെയ്യാ? ദാ നോക്ക്, നീയാണിപ്പോ അത് അവിടെ ഒട്ടിച്ചത്. അപ്പൊ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നീയാണത് ചെയ്തതെന്ന്. അപ്പൊ നിനക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോവണോ അതോ കൂടെ നിൽക്കണോ? പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ നിന്നോളാം. എനിക്ക് എവിടെയും പോവണ്ട. അങ്ങനെ അങ്ങോട്ട് വഴിക്ക് വാ മോളെ. ചക്കി, പേടിക്കണ്ട ചക്കി, ധൈര്യമായിട്ട് വാ. ദാ നോക്ക്, ആ പെണ്ണിനോട് സംസാരിച്ചു നിന്നിട്ടേ സമയം കളയണ്ട. വല്ല കുട്ടികളും കണ്ടു വന്നാലേ ആകെ മൊത്തം പ്രോബ്ലം ആവും. നിന്റെ കയ്യിലുള്ള ഈ പോസ്റ്റ് കൂടി ഒട്ടിക്കണം. അത് കൂടി കഴിഞ്ഞാ നമുക്ക് പിന്നെ ഫ്രീ ആയില്ലേ? അതെ അതെ, പെട്ടെന്ന് വാ. ഇന്നത്തെ ഞാനിന്ന് കാണിച്ചു തരുന്നുണ്ട്. കൊച്ചു ടീച്ചറെ നിക്ക്, ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. ഇതിനോട് ഒന്നും പറഞ്ഞേണ്ട. പറഞ്ഞോടത്തോളം കാട്ടിയോടത്തോളം നല്ലോണം മതിക്കുണി കൊച്ചു ടീച്ചർക്ക്. ഓൾ എന്നിട്ട് പിന്നെ പറയാൻ വരും എന്നോട്. അത് ഇന്നോടെ ഇത് എല്ലാരും പൊട്ടിച്ചണ പോലെ ഇന്നെ പൊട്ടിച്ചാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ ഇത് പറയണ കേൾക്കണ ടൈപ്പ് അല്ല. ഇത് കൊൽസു ടീച്ചറാണല്ലോ, കൊൽസു ടീച്ചർ. ഓ ഇന്റെ പിന്നാലെ ഓടാൻ നിൽക്ക. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങിയ എന്നോടാ ഓള കളി. സുൽഫിക്കറേ, പാറക്കുട്ടി, മുത്തേ, ഓടി വന്ന് കൊൽസു ടീച്ചറെ പേടിക്ക്. ഈ പൊട്ടത്തി എന്താ പിന്നാക്കോടുന്ന്? എടി പൊട്ടത്തി, ഞാൻ നിങ്ങളെ മുന്നിക്കോടുന്നത് നിങ്ങൾ മുന്നിക്കോടുന്ന്. എന്തെങ്കിലും ആവട്ടെ, വരുമ്പോ വരട്ടെ, ഞാൻ പോവാ. എടി സുൽഫിക്കറേ, ഒന്ന് ഓടി വാ. സുൽഫിക്കറല്ല, ഓന്റെ വെയ്യപ്പ വിചാരിച്ച് നിന്നെ പിടിച്ചാൽ കിട്ടിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ ഒരു സുൽഫിക്കർ. ഇതേ അനക്ക് കാലം മാറിക്കണു. ഇത് കൊൽസാനാണ്, കൊൽസു. ഈ കൊൽസുവിനെ പിടിച്ചാൽ മാത്രം ഇവിടെ ആരും വന്നിട്ടില്ല. ഓളിന്നെ പിടിച്ചാൽ വരികത്രേ. അതാ പോയോ? കൊൽസു ടീച്ചറെ നിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അവിവേകമൊന്നും കാണിക്കരുത് പ്ലീസ്. എടി സുൽഫിക്കറേ, എടി പൊട്ടാ, ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ. പെട്ടെന്ന് വേണം, പെട്ടെന്ന്. എടി പാറേ, തങ്കി ടീച്ചറെ ഞാനിത് എത്തി. എന്റെ വലിയ മേടെ, വലിയ മേടൊക്കെ പോയി ടീച്ചറെ. കഥാപ്രസംഗമൊക്കെ പിന്നെ പറയാ. നീ ആദ്യം ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ.
നമ്മളുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്. ഇല്ല, ഇനി എനിക്ക് പറ്റില്ല. ഒന്ന് തന്നെ ഞാൻ നിങ്ങളെ നിർബന്ധിച്ചത് കൊണ്ടാ. ഇനി എനിക്ക് പറ്റില്ല ടീച്ചറെ. ടീച്ചർ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓ, അവളുടെ ഒരു ടീച്ചർ സ്നേഹം. എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്നാ പറയാ. ചക്കിയുടെ ഒരു തമാശ. തമാശയല്ല തക്കുടുവാവേ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നമ്മളെ അറിവ് പഠിപ്പിക്കുന്നവരാവര്. അവരെ നമ്മൾ ബഹുമാനിക്കണം. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഓ, അവൾക്ക് കൊച്ചു ടീച്ചറോട് പ്രേമം. നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയിരുന്നില്ല. പക്ഷെ ഞാനിനി അത് ഒട്ടിക്കില്ല. മണിക്കുട്ടി, അവൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും അവൾ ഒന്ന് ഒട്ടിച്ചല്ലോ. അപ്പൊ ഇനി അവള് നമ്മളുടെ പേര് പറഞ്ഞു കൊടുക്കൂല. എന്നാ നീ നോക്ക്, നമുക്ക് അടുത്ത ഇര വന്നിട്ടുണ്ട്. ആരാ? നീ കണ്ണു തുറന്ന് അങ്ങോട്ട് നോക്ക്. ഇവനോ? ഇവന് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു ചേർന്നു. മണിക്കുട്ടി, അവനെ വിശ്വസിക്കരുത്. അവൻ ചിലപ്പോ ഇപ്പൊ തന്നെ ഓടിപ്പോയി നമ്മുടെ പേര് പറഞ്ഞു കളയും. അതിന് അവനെ നമ്മൾ വിട്ടിട്ട് വേണ്ടേ പോവാൻ? വെറുതെ അല്ല കാലത്തേൽ ഇവിടെ ഒളിച്ചു നിൽക്കണത്. എന്താ, ഞങ്ങളെ കണ്ട കിണ്ണം കട്ടെന്ന് തോന്നുവോ? അതിനേക്കാൾ വലിയ കിണ്ണം അല്ലേ കയ്യില്? അയ്യോ, നമ്മൾ ശരിക്കും പെട്ടോ. നീ ഒന്ന് ചുമ്മാ ഇരിക്ക് ചക്കി, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ പുറത്ത് നല്ല ബഹളം. എനിക്ക് അപ്പളേ നല്ല സംശയമുണ്ട്, ഇങ്ങളെ രണ്ടാളുടെയും കറുത്ത കൈകള് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോന്ന്. ഇപ്പൊ അത് സംശയം മാത്രല്ല, ഫലമായ ഉറപ്പാണ്. ഇക്രു, കൊൽസു ടീച്ചർ നിന്നെയും തല്ലിയതല്ലേ? അവർക്ക് പണി കൊടുക്കണ്ട എന്നാണോ നീ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങളെ കൊൽസു ടീച്ചർക്ക് നല്ലോണം പണി കൊടുത്തോ. പക്ഷെ നീ ആരോടും പറഞ്ഞത് കോളമാക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യോ? ഇത് ഇക്രു ആണ്. ഇക്രു അങ്ങനെ ചെയ്യൂല. ഹാവൂ, സമാധാനായി. മണിക്കുട്ടി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. പറ. അവനെ ഇനി ഇവിടുന്ന് വെറും കൈയോടെ വിടുന്നത് ബുദ്ധിയല്ല. അതെനിക്കറിയാം. അവനെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ അതെ, എപ്പോഴാ കാല് വാരാന്ന് ഒരു പിടുത്തവും ഇല്ല. നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കാടി. ഇക്രു, ഇത് ഒട്ടിക്കാനേ ഞങ്ങൾക്ക് എത്തുന്നില്ല. അതാ ഇവിടെ നിന്നിരുന്നേ. ഇത് നീ തന്നെ ഒട്ടിക്ക്. ഞാൻ ഇപ്പൊ തന്നെ ഒട്ടിക്കാലോ. എന്നിട്ട് താ. ചക്കി, അത് അവന് കൊടുക്ക്. എന്നാ പിടിച്ചോ. തക്കുടുവാവേ, പെട്ടെന്ന് കൊടുക്ക്. പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ ഇത് ഞാൻ ഒട്ടിക്കണം. ഇപ്പൊ ശരിയാക്കി തരാം. എന്തായാലും ഒരു കാര്യം ഓർത്ത് നമുക്ക് സമാധാനിക്കാം. വല്യമ്മന്റെ ശല്യം ഇനി ഉണ്ടാവില്ലല്ലോ. നമുക്ക് സമാധാനായിട്ടിരിക്കാലോ. ഈ പാഹേനത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത്രയുള്ളൂ ഈ പാഹേനത് എന്നോടുള്ള സ്നേഹം. കണ്ണ് വെച്ച് എന്നെ ഒഴിവാക്കാനായിട്ട് നടക്കാണ്. ഇപ്പോഴല്ലേ സ്വഭാവം കൂടി കിട്ടിയത്. ടീച്ചർ സങ്കടപ്പെടൊന്നും വേണ്ട. നടക്ക്, നമുക്ക് പോകാം. പാർക്കുട്ടിയെ, മുത്തേ, നടക്ക്, നമുക്ക് പോകാം. അപ്പൊ ഞാനിവിടെ ഉള്ളത് എങ്ങനെ അറിയാം? അത് പറഞ്ഞ പറ്റില്ലല്ലോ. ഓല് ഇങ്ങനെയും അറിയണല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. എന്തോ ശബ്ദം കേട്ടില്ലേ? ഇല്ല ടീച്ചറെ, ടീച്ചർക്ക് സങ്കടം കൊണ്ട് ഓരോന്ന് തോന്നുന്നതാ. സാരല്ല, വല്യമ്മ ഇനി എവിടെയും പോട്ടെ, നമുക്ക് പോകാം. ഇനി തരാൻ ഒരു ഓട്ടം ബാക്കിയില്ല. എന്റെ പഠിച്ചോനെ, ആ ബാലാണ് എന്താണ് ഈ പറയുന്നത്?
വല്ലാത്തൊരു ചതിയായി പോയി.